2025-26 വർഷത്തെ ഓണപ്പരീക്ഷ 8ാം ക്ലാസ് അറബിക്കിലെ ഓണപ്പരീക്ഷയുടെ ചോദ്യപേപ്പർ. ഒന്നാമത്തെ ചോദ്യം, കമ്മിൽ ബിൽ മുനാസിബി മിനൽ കൗസൈനി, ബ്രാക്കറ്റിൽ നിന്നും എടുത്തുകൊണ്ട് അനുയോജ്യമായത് പൂരിപ്പിക്കണം. ഇജ്തഹദത്ത് സൽമ അൻ ഡാഷ് ഫിൽ ഹയാത്തി. ഇജ്തഹദത്ത് മീൻസ് കഠിനാധ്വാനം ചെയ്തു, സൽമ കഠിനാധ്വാനം ചെയ്തു. അൻ തതഫവഖ ഫിൽ ഹയാത്തി, ഈ മൂന്നാമത്തെ ഓപ്ഷനാണ് ശരി. സൽമ മുഅന്നസാണ്, അതുകൊണ്ട് തതഫവഖ എന്നാണ് പറയേണ്ടത്. മാത്രമല്ല തതഫവഖു എന്നവിടെയുണ്ട്, അത് ശരിയല്ല. കാരണം അൻ എന്ന് മുമ്പിൽ വന്നിട്ടുണ്ട്. അന്ന് മുമ്പിൽ വന്നാൽ അന്നിന് ശേഷം വരുന്ന മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യണം. ഇറാബ് നസ്ബാണ്. ഇറാബ് നസ്ബാണെങ്കിൽ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകണം. ഇവിടെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് ഉള്ളത് ഈ മൂന്നാമത്തത് മാത്രമാണ്. അപ്പോൾ അത് മാത്രമാണ് ശരി. അടുത്ത ചോദ്യം, നസഹൽ മുദരിസു അദ്ദാരിസ, അധ്യാപകൻ വിദ്യാർത്ഥിയെ ഉപദേശിച്ചു. അൻ ഡാഷ് അൽ ഉമ്മ, ഉമ്മയെ അൻ യഹ്ദിമൽ ഉമ്മ, യഹ്ദിമ എന്നാണ് ശരി. കാരണം എന്താണ്? അദ്ദാരിസ് ആണ്, അദാരിസിനെയാണ് അധ്യാപകൻ ഉപദേശിച്ചത്. ദാരിസ് മുദക്കറാണ്, അതുകൊണ്ട് യഹ്ദിമ, ദാരിസാണല്ലോ സേവനം ചെയ്യേണ്ടത്. ഉമ്മയെ സേവനം ചെയ്യാൻ, ഉമ്മയെ സേവിക്കാൻ അധ്യാപകൻ ഉപദേശിച്ചു എന്നാണ്. അപ്പോൾ ഉമ്മയെ സേവനം ചെയ്യേണ്ടത് ദാരിസാണ്, അതുകൊണ്ട് ദാരിസ് മുദക്കറായതുകൊണ്ട് ഈ ഫേലും മുദക്കറായിരിക്കണം. അപ്പോൾ യഹ്ദിമ, തഹ്ദിമ പറ്റുകയില്ല. പിന്നെ അന്ന് മുമ്പിൽ വന്നതുകൊണ്ട് മുളാരിയ ഫീലിന് നസ്ബ് ചെയ്യണം. അപ്പോൾ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നോക്കണം. അപ്പോൾ യഹ്ദിമ എന്നാണ് വരിക. പിന്നെ ശരിബ ഡാഷ് അൽമാ, ശരിബ തുഫ്ലു അൽമാ, കുട്ടി വെള്ളം കുടിച്ചു എന്നാണ് പറയേണ്ടത്. ശരിബ മുദക്കറാണ്, അപ്പോൾ അതിൻ്റെ ഫായിലും മുദക്കറായിരിക്കണം. ഇവിടെ തുഫ്ലു മാത്രമാണ് മുദക്കർ. ഡാഷ് അൽ ഉമ്മു അത്ആമ, തബഹത് അൽ ഉമ്മു അത്ആമ, ഉമ്മ ഭക്ഷണം പാകം ചെയ്തു. ഉമ്മ മുഅന്നസായതുകൊണ്ട് തബഹത്ത് എന്നാണ് പറയേണ്ടത്. തബഹ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഭക്ഷണം പാകം ചെയ്തു, തബഹ അവൻ ചെയ്തു. ഇതൊക്കെ മളയ ഫീലും മുളാരിയ ഫീലും ഒക്കെ സർഫാക്കുന്നത് പഠിച്ചാലാണ് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുക. സർഫാക്കുന്നത് നിർബന്ധമായും പഠിക്കുക. പിന്നെ അജിബ് അൻ സലാസത്തെ അസ്ഇല, 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഇഖ്റ അത്തസ്രീഹ, സ്റ്റേറ്റ്മെന്റ് വായിക്കുക. വഖ്തർ സത്റൻ മുനാസിബൻ ലഹു, എന്നിട്ട് അതിന് അനുയോജ്യമായ വരി താഴെയുള്ള കവിതയിൽ നിന്നും കണ്ടെത്തുക. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ലാ തകുൻ ശബആന വജാറുക ജൗആൻ, നിന്റെ അയൽവാസി വിശന്നിരിക്കുമ്പോൾ നീ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത്, വയറ് നിറഞ്ഞവനാകരുത് എന്ന സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നത് ഇതിലെ ഒന്നാമത്തെ വരിയാണ്. ലാ ഖൈറ ഫീ മൻ യബീതുൽ ലൈല ഫീ ശബഇൻ, വയറ് നിറഞ്ഞുകൊണ്ട് രാത്രി കഴിച്ചു കൂട്ടുന്നവനിൽ ഒരു നന്മയുമില്ല. വൽജാറു ഖദ് ബാത ജൂഉൻ ഖല്ല മൽജഉഹു, തൻ്റെ അയൽവാസി തൻ്റെ ആമാശയം വിശന്ന് കഴിയുമ്പോൾ പിന്നെ വേറെ നിറച്ച് കഴിയുന്നവനിൽ നന്മയില്ല. ആ വരിയാണ് യോജിക്കുന്നത്. മറ്റു 2 വരികളും വായിച്ചു നോക്കിയാൽ തന്നെ ഇതുമായിട്ട് യോജിക്കുന്നില്ല എന്ന് മനസ്സിലാകും. അത്തയും ഫക്കീറൻ, ഫക്കീറിന് ഭക്ഷണം കൊടുക്കുക എന്നുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ യോജിക്കുന്നത് എന്താണ്? ഒന്നാമത്തെ വരിയാണ്. പിന്നെ മൂന്നാമത്തത് ഇത്വാമു മിസ്കിൻ, മിസ്കിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇഖ്റ അത്തസ്രീഹ വ അജിബ് അനിൽ അസ്ഇല, ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അലൈക അൻ തഫ്ഹമ, നീ മനസ്സിലാക്കണം. സലാസത്ത് ഖുവ്വാത്തിൻ, 3 ശക്തികൾ. കൈ തൻജഹ ഫിൽ ഹയാത്തി, ജീവിതത്തിൽ വിജയിക്കാൻ. എന്തൊക്കെയാണവ? അർ-റഗ്ബത്ത്, ആഗ്രഹം. വൽ ഹിമ്മത്ത്, മനക്കരുത്ത്. വത്തശവ്വുഖ്, അതിയായ ആഗ്രഹം. ഇനി ചോദ്യം, മാഹിയ സലാസ ഖുവ്വാത്തിൻ ലിൻ നജാഹി ഫിൽ ഹയാത്തി, ജീവിതത്തിൽ വിജയിക്കാനുള്ള 3 ശക്തികൾ ഏതൊക്കെയാണ്? ഇത് 3 എഴുതുക. അർ-റഗ്ബത്ത്, വൽ ഹിമ്മത്ത്, വത്തശവ്വുഖ്. ഇവ എല്ലാം പരസ്പരം കൂട്ടിച്ചേർക്കണം. ബാബാനി മീൻസ് വാതിലുകൾ, 2 വാതിലുകൾ. അൽബൈത്ത്, വീട്. ജമീലുൻ, മനോഹരമായത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് കൂട്ടിച്ചേർത്താൽ ബാബ അൽബൈത്ത് ജമീലാനി, വീടിന്റെ വാതിലുകൾ മനോഹരമാണ് എന്നാക്കലാണ്. വീടിന്റെ വാതിലുകൾ മനോഹരമാണ് എന്ന് പറയാൻ വേണ്ടി എല്ലാം കൂട്ടിച്ചേർത്തു. കൂട്ടിച്ചേർക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ബാബാനി അൽബൈത്തു എന്നുള്ളത് ബാബ അൽബൈത്തി എന്നായി.
പിന്നെ ജമീലുൻ എന്നത് ജമീലാനി എന്നായി. അതെങ്ങനെയാണ് ആയത്? ബാബാനി അൽ ബൈത്ത് എന്നത് വീടിന്റെ വാതിലുകൾ എന്നാണ് പറയേണ്ടത്. വീടിന്റെ വാതിലുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്നത് ഇലാഫത്താണ്. ഇലാഫത്ത് ചെയ്യുമ്പോൾ ബാബാനി എന്നത് മുലാഫും അൽ ബൈത്ത് എന്നത് മുലാഫുൻ ഇലേഹിയുമായിട്ടാണ് മാറുക. മുലാഫിന്റെ പ്രത്യേകത, ഇതേപോലെ നൂനുള്ള മുലാഫ് വന്നാൽ, മുലാഫിന് നൂന് ചേർന്ന് വന്നാൽ, അതായത് രണ്ട് എന്ന് പറയാൻ മുസന്നയായി വന്നാൽ ആ നൂനിനെ കളയണം. അത് ജമ്മിന്റെ നൂനായാലും മുസന്നയുടെ നൂനായാലും ഒക്കെ നൂനിനെ കളയണം മുലാഫിന്റെ കൂടെ, മുലാഫിൽ നിന്നും. അതുകൊണ്ട് ബാബാനി എന്നതിൽ നിന്നും നൂനിനെ കളഞ്ഞുകൊണ്ട് ബാബ എന്ന് എഴുതുക. പിന്നെ രണ്ടാമത്തേത് അൽ ബൈത്ത് എന്നത് മുലാഫിൻ ഇലേഹിയായി മാറും. മുലാഫിൻ ഇലേഹി പ്രത്യേകത എന്താണ്? ഇറാബ് ജറാണ് എന്നുള്ളതാണ്. ഇറാബ് ജറാണെങ്കിൽ അവസാനത്തെ അക്ഷരത്തിന് കസ്റ നൽകണം. അപ്പോൾ ബാബ അൽ ബൈത്തി എന്നാണ് പറയേണ്ടത്. ഇനി ജമീലുൻ എന്നത് എങ്ങനെ ജമീലാനി എന്നായി? അതായത് ബാബുൻ എന്നത്, ഈ ബാബ എന്ന വാക്കാണ് ഈ ജുംലയിലെ ഒന്നാമത്തെ വാക്ക്. അപ്പോൾ അത് മുബ്തദ ആണ്. മുബ്തദയുടെ ഖബറാണ് ജമീൽ, ഭംഗിയുള്ളത് എന്നത്. അപ്പോൾ മുബ്തദ മുസന്നയായതുകൊണ്ട് ഖബറിനെയും മുസന്നയാക്കണം. അങ്ങനെയാണ് ജമീലാനി എന്ന് വന്നത്. ബാബ അൽ ബൈത്ത് ജമീലാനി. അതേപോലെ മറ്റുള്ളവയും എഴുതുക. കിതാബാനി അദ്ദാരിസു ജദീദുൻ, അത് കിതാബ അദ്ദാരിസി ജദീദാനി. മനാറത്താനി മസ്ജിദ് തൊവീല, മനാറത്ത അൽ മസ്ജിദി തൊവീലത്താനി, പള്ളിയുടെ രണ്ട് മിനാരങ്ങളും നീളമുള്ളതാണ്. മേലത്തത് വിദ്യാർത്ഥിയുടെ രണ്ട് പുസ്തകങ്ങളും പുതിയതാണ്. ഇനി ലാഹിൽ സൂറത്തുൽ ഹാലത്തി, ഈ സ്റ്റാറ്റസ് പിക്ചർ ഒന്ന് നോക്കൂ. ആരോ സ്റ്റാറ്റസ് വെച്ചതാണ്. വഅഇദ തഅലീഖൻ ലഹ, ഇനി അതിനൊരു കമന്റ് തയ്യാറാക്കണം ഈ പിക്ചറിന്. അതായത് ഒരു യാത്ര പോവുകയാണ്, യാത്ര പോകുന്നതുമായി ബന്ധപ്പെട്ട ഒരു എയർപോർട്ടിന്റെ ചിത്രമാണുള്ളത്. അപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ട എന്ത് കമന്റും നമുക്കിവിടെ വെക്കാവുന്നതാണ്. റിഹ്ല സഈദ, ഹാപ്പി ജേണി എന്ന് വെക്കാം. അല്ലെങ്കിൽ ഇനി ഈ സ്റ്റാറ്റസ് വെച്ചയാൾ പറയുന്ന രൂപത്തിൽ എന്ത് വെക്കാം? ദാഹിബുൻ ഇല ഖത്തർ, ഖത്തറിലേക്ക് പോവുകയാണെന്ന് വെക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റാറ്റസ്, ഒരു കമന്റ് എഴുതുക. അജിബ് അൻ സിത്തത്തി അസ്ഇലത്തിൻ, 6 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഉക്തുബ് സലാസ ജുമലിൻ അൻ ഖിദ്മാത്തിൽ ഉമ്മഹാത്തി, ഉമ്മമാരുടെ സേവനങ്ങളെക്കുറിച്ച് 3 സെന്റൻസുകൾ എഴുതുക. ബിസ്തിആനത്തി അൻ നിഖാത്ത് കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ ഈ നിഖാത്ത്, ഈ പോയിന്റുകളുടെ സഹായത്തോടെ. അൽ ഉമ്മു തുഹിബ്ബു അത്ഫാലഹ, മിസാൽ എന്താണ്? ഉമ്മ തൻ്റെ കുട്ടികളെ ഇഷ്ടപ്പെടുന്നുവെന്ന്. അതേപോലെ ഇവിടെ കുറേ വാക്കുകളുണ്ട്. തുർലെ മുലയൂട്ടുന്നു, തുറബി വളർത്തുന്നു, തുഹിബു ഇഷ്ടപ്പെടുന്നു, തുഅദ്ദിബു സംസ്കാരമുള്ളവരാക്കുന്നു. അങ്ങനെ അപ്പോൾ എന്തൊക്കെ പറയാം? അൽ ഉമ്മു തുഹിബു അത്ഫാലഹ എന്ന് പറഞ്ഞതുപോലെ അൽ ഉമ്മു തുർലിഉ അത്ഫാലഹ എന്ന് എഴുതാം. അൽ ഉമ്മു തുറബി അത്ഫാലഹ എന്ന് എഴുതാം. അൽ ഉമ്മു തുഅദ്ദിബു അത്ഫാലഹ എന്ന് എഴുതാം. അൽ ഉമ്മു തുർഷിദു അത്ഫാലഹ. ഇനി ത്വആമൊക്കെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ അൽ ഉമ്മു തുഅത്തി അത്വആമ ലി അത്ഫാലിഹ. ഇനി ഹനൂനുൻ എന്നതുകൊണ്ടാണെങ്കിൽ അൽ ഉമ്മു ഹനൂനുൻ, ഉമ്മ സ്നേഹമുള്ളവളാണ്. അങ്ങനെ എഴുതാവുന്നതാണ്. തർജിം ഇലാ ലുഗത്തിക, നിന്റെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം, അതായത് മലയാളത്തിലേക്ക്. തഗല്ലബ ഫൗസാനു അല തഹദ്ദിയാത്തി ബിൽ ഹിമ്മത്തി, ഫൗസാൻ മനക്കരുത്തുകൊണ്ട് വെല്ലുവിളികളെ അതിജീവിച്ചു. തഗല്ലബ അതിജീവിച്ചു. ആശ ഫൗസാനു മഅൽ ഉമ്മി ഫിൽ ഫഖ്രി, ഫൗസാൻ ഉമ്മയുടെ കൂടെ ദാരിദ്ര്യത്തിലായിട്ടാണ് ജീവിച്ചത്. സ്വാറ ഫൗസാനു സഫീർ അൽ ഹിന്ദി, ഫൗസാൻ ഇന്ത്യയുടെ അംബാസഡറായി തീർന്നു. ഇനി സാറ മുദീറുൽ മുഖാത്തഅത്തി, ജില്ലാ കലക്ടർ സന്ദർശിച്ചു. മദ്രസത്തക, നിന്റെ സ്കൂള്. കമ്മിൽ അൽ ഹിവാറ, ആ ഹിവാർ പൂരിപ്പിക്കണം. ബൈനഹുവ ബൈന, ഹിവാർ പൂരിപ്പിക്കണം. ഏത് ഹിവാർ? ബൈനഹുവ ബൈന നാദറുൽ മദ്രസ, ജില്ലാ കലക്ടർക്കും ഹെഡ് മാസ്റ്റർക്കും ഇടയിൽ നടന്ന ഹിവാർ. ആദ്യം ഹെഡ് മാസ്റ്റർ പറയുകയാണ്, എന്തോ പറയുന്നുണ്ട്. അപ്പോൾ മുദീർ പറയുന്നത് എന്താണ്? ഹയ്യാക്കും അല്ലാഹു ബയ്യാക്കും എന്നാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതൊരു അഭിവാദ്യ വാചകമാണ്. അപ്പോൾ ആദ്യം നാദറുൽ മദ്രസ പറഞ്ഞിട്ടുണ്ടാവുക എന്താണ്? അഹ്ലൻ വസഹലൻ യാ സയ്യിദി, അഹ്ലൻ വസഹലൻ ബിക യാ സയ്യിദി, താങ്കൾക്ക് സ്വാഗതം എന്നാണ് അല്ലേ. അപ്പോൾ ഹയ്യാക്കും അല്ലാഹു ബയ്യാക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ നാദറുൽ മദ്രസ കൈഫൽ ഹാലു യാ സയ്യിദി, ഹൗ ആർ യു എന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ മുദീറുൽ മുഖാത്തഅത്ത് എന്ത് പറയും? ബിഖൈർ അൽഹംദുലില്ലാ.
പിന്നെ മുദറുൽ മുഖാത്തഅത്ത് എന്താണ് പറയേണ്ടത് എന്ന് എങ്ങനെ മനസ്സിലായി? താഴെ നാദറുൽ മദ്രസ എന്നിടത്ത് ഒരു ഡേഷ് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ മുദറുൽ മുഖാത്തഅത്ത് എന്തോ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ മറുപടി ആയിട്ടാണ് നാദറുൽ മദ്രസ ഇവിടെ എന്തോ പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു എളുപ്പമുള്ള ചോദ്യം, കൈഫ ഹാലു മദ്രസത്തിക്കും അല്ലെങ്കിൽ കൈഫ ഹാലുൽ മദ്രസത്തി, സ്കൂളിന്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കാം. അപ്പോൾ നാദറുൽ മദ്രസ പറയുന്നു എന്ത് പറയാം? ബിഖൈർ, നല്ലത് തന്നെ എന്ന് പറയാം. എന്തുകൊണ്ടാണ് ആ മദ്രസയുടെ കാര്യം ചോദിച്ചത് നമ്മൾ? കാരണം നാദറുൽ മദ്രസ പിന്നീട് പറയുന്നത് നർജു മിൻകും അദ്അമലി മദ്രസത്തിന എന്നാണ്. അതായത് താങ്കളിൽ നിന്നും സ്കൂളിന് ഒരു സപ്പോർട്ട് വേണം, ആ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, സ്കൂളിന് പിന്തുണ വേണം, സഹായം വേണമെന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ആദ്യം ചോദിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും? മുഖാത്തകത്ത് കൈഫ ഹാലു മദ്രസത്തിക്കും, നിങ്ങളുടെ സ്കൂളിന്റെ അവസ്ഥ എന്താണെന്നാണ്. അപ്പോൾ നാദറുൽ മദ്രസ ബിഖൈർ, നല്ലത് തന്നെ, എന്നാലും താങ്കളിൽ നിന്ന് ഞങ്ങൾക്ക് സപ്പോർട്ട് വേണം, ആ രൂപത്തിൽ പൂരിപ്പിക്കാം. ഇനി മുദീറുൽ മുഖാത്തഅത്ത് തബഅൻ, തീർച്ചയായും, ബിക്കുല്ലി സുറൂർ, വിത്ത് പ്ലഷർ, സന്തോഷത്തോടെ ഞാൻ സപ്പോർട്ട് ചെയ്യും. നാദറുൽ മദ്രസ നഹ്നു തശറഫ്ന ബിസിയാറത്തിക്കും, താങ്കളുടെ വരവിൽ ഞങ്ങൾ സംതൃപ്തരാണ്, ഞങ്ങൾ അനുഗ്രഹീതരാണ്. മുദീറുൽ മുഖാത്തഅത്ത് ശുക്രൻ, നാദറുൽ മദ്രസ അഫ്വാൻ, അങ്ങനെ പറയാം. ഇനി ഇവിടെ സർഫാക്കുന്നതാണ്. ഇത് മുഴുവൻ സർഫാക്കുന്നതല്ല. അമില, അമിലത്ത്, അമിൽത്ത, അമിൽത്തു, അതേ രൂപത്തിൽ മറ്റുള്ളവയും പൂരിപ്പിക്കണം. ദഹബത്ത് എന്നിടത്ത് ദഹബത്ത് എന്നതാണ് ഇവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ ദഹബ, പിന്നെ ദഹബത്ത്, ദഹബ്ത, ദഹബ്തു, ജലസ, ജലസത്ത്, ജലസ്ത, ജലസ്തു, ലാഹല, ലാഹലത്ത്, ലാഹൽത്ത, ലാഹൽത്തു, അങ്ങനെ. ഇനി ഇഖ്റഇൽ ജുമലൽ ആതിയ വകമ്മിലിൽ ഫറാഗ ബിസിഗത്തിൽ മുഅന്നസ്, ഈ ജുംലകൾ വായിച്ചുകൊണ്ട് ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കണം. എങ്ങനെ? മുഅന്നസായ വാക്ക് വെച്ചുകൊണ്ട്, സ്ത്രീലിംഗ വാക്ക് വെച്ചുകൊണ്ട്. അൽ വലദ് യക്തുബു ബിൽ ഖലമി, കുട്ടി പേന കൊണ്ട് എഴുതുന്നു. അത് നേരെ ഇവിടെ വെക്കുമ്പോൾ അൽ ബിന്ദു തക്തുബു ബിൽ ഖലമി എന്നാകും. കുട്ടി പേന കൊണ്ട് എഴുതുന്നു, പെൺകുട്ടി ആയതുകൊണ്ട്. അൽ വലദാനി യക്തുബാനി ബിൽ ഖലമി, രണ്ടാണ് കുട്ടികൾ പേന കൊണ്ട് എഴുതുന്നു. അൽ ബിന്ദാനി തക്തുബാനി ബിൽ ഖലമി. അൽ ഔലാദു യക്തുബൂന ബിൽ ഖലമി, ആൺകുട്ടികൾ പേന കൊണ്ട് എഴുതുന്നു. അൽ ബനാത്തു യക്തുബ്ന ബിൽ ഖലമി, പെൺകുട്ടികൾ പേന കൊണ്ട് എഴുതുന്നു. അല്ലെങ്കിൽ ലാഹിൽ അൽ മുൽസഖ, ഈ പോസ്റ്റർ നിരീക്ഷിക്കുക. വ അജിബ് അനിൽ അസ്അലത്തി താലിയ, എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പോസ്റ്ററിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് ആദ്യം വായിച്ചു നോക്കാം. ഹഫ്ലു യോമിൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യദിന പരിപാടി. യോമുൽ ജുമാഅത്തി, ഓഗസ്റ്റ് 15, 2025 വെള്ളിയാഴ്ച. ഫി സാഅത്തിൽ ആശറത്തെ സ്വബാഹൻ, രാവിലെ 10 മണിക്ക്. ഖാഅത്തുൽ മദ്രസ, സ്കൂൾ ഹാൾ. അൽ മദ്രസത്തു സാനവിയ അൽ ഹുക്കൂമിയ, കൊല്ലം ഗവൺമെന്റ് ഹൈസ്കൂൾ. ലൈഫ് ഷറഫ്, വിശിഷ്ടാതിഥി. മആലി വസീർ തർബിയ, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി. അദ്ദഅവത്തു ആമത്തുൻ, ഓൾ ആർ ഇൻവൈറ്റഡ്. ഇനി ഐന യജ്രി ഹഫ്ലു യോമിൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യദിന പരിപാടി എവിടെയാണ് നടക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഉത്തരം എങ്ങനെ എഴുതും? യജ്രി ഹഫ്ലു യോമിൽ ഇസ്തിഖ്ലാലി ഫി ഖാഅത്ത്, ഹാളിലാണ് അല്ലേ? അപ്പോൾ ഹാളും മദ്രസയും ഒരുമിച്ച് എഴുതാം. ഫി ഖാഅത്തി മദ്രസത്തി സാനവിയത്തിൽ ഹുക്കൂമിയത്തി, കൊല്ലം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഹാളിൽ വെച്ച്. ഇനി മൻഹുവ ലൈഫ് ഷറഫ്, ആരാണ് വിശിഷ്ടാതിഥി? ലൈഫ് ഷറഫി മആലി വസീർ തർബിയത്തി എന്നെഴുതാം. ഇനി മത്താ യജ്രി അൽ ഹഫ്ലു, യോഗം എപ്പോഴാണ് നടക്കുന്നത്? എപ്പോൾ എന്ന് മാത്രമേ ഉള്ളൂ, അപ്പോൾ സമയവും ഡേറ്റും എല്ലാം എഴുതണം. യജ്രി അൽ ഹഫ്ലു ഫി സാഅത്തിൽ ആശറത്തി സ്വബാഹൻ യോമൽ ജുമാഅത്തി, അല്ലെങ്കിൽ ഫി യോമിൽ ജുമാഅത്തി 15 ഓഗസ്റ്റ് 2025, അങ്ങനെ എഴുതുക. ഇഖ്റ തർജമത്ത് APJ അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാമിന്റെ ജീവചരിത്രം വായിക്കാം. അൻഷി മിൻഹ സലാസത അസ്ഇലത്തിൻ, എന്നിട്ട് അതിൽ നിന്നും 3 ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഇസ്തിഖ്ദാമിൽ അദവാത്തുൽ ഇസ്തിഫാമിയത്തിൽ ആത്തിയ, താഴെയുള്ള ചോദ്യത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്. മൻ, ആര്. മത, എപ്പോൾ. ഐന, എവിടെ. ബിമ, എന്തുകൊണ്ട്. വുലിദ APJ അബ്ദുൽ കലാം ഫി 1931 ഒക്ടോബർ 15 ഫി ഖറിയത്ത് രാമേശ്വരം ഗ്രാമത്തിൽ ജനിച്ചു. ഇസ്തഹറ ബി റജുലി സാറൂഖിൽ ഹിന്ദി, ഇന്ത്യൻ മിസൈൽ മാൻ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. അസ്ബഹ അബ്ദുൽ കലാം റഈസ ലിൽ ഹിന്ദി, ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിത്തീർന്നു അദ്ദേഹം. മിൻ മുഅല്ലഫാത്തിഹി അൽ മഷൂറ, അദ്ദേഹത്തിന്റെ ഫേമസ് രചനകളിൽപ്പെട്ടതാണ് അജ്നിഹത്തു മിനന്നാർ എന്നത്. തുവഫിയ 2015 അദ്ദേഹം മരണപ്പെട്ടു.
ഇനി ഇതൊക്കെ വെച്ച് ഇതിൽ നിന്നും ചോദ്യം ഉണ്ടാക്കണം. ഒന്നാമത്തെ ചോദ്യം, മൻ ഹുവ APJ അബ്ദുൽ കലാം എന്ന് എഴുതാം. ആരാണ് APJ അബ്ദുൽ കലാം? ഇനി രണ്ടാമത്തത്, മത്താ വുലിദ APJ അബ്ദുൽ കലാം, അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? മൂന്നാമത്തത്, ഐന വുലിദ APJ അബ്ദുൽ കലാം, മത്താ വുലിദ എപ്പോഴാണ് ജനിച്ചത്? ഐന വുലിദ എവിടെയാണ് ജനിച്ചത്? ഇനി ബിമ ഇസ്തഹറ, നാലാമത്തെ ചോദ്യം, ബിമ ഇസ്തഹറ APJ അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം എന്തുകൊണ്ടാണ്, അതായത് എന്ത് പേരിലാണ് പ്രശസ്തനായത്? എന്ത് പേരിലാ? സാറുഖ്, മിസൈൽ മാൻ എന്ന്. ഇനി ഇഖ്താർ മിനൽ ആതിയത്തി അത്തസ്രീഹാത്തി സഹീഹത്താനി തആം, താഴെയുള്ളവയിൽ നിന്നും ഭക്ഷണത്തെക്കുറിച്ചുള്ള ശരിയായ സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തണം. അത്തസ്രീഹാത്തി സഹീഹ മീൻസ് ശരിയായ സ്റ്റേറ്റ്മെന്റ്സ്. അത്തആമു ഹഖ്ഖുൻ ലിൽ ജമീഅ, അത് ശരിയാണ്. പിന്നെ ഇസ്രാഫു തആമി വാജിബുൻ, ഭക്ഷണം പാഴാക്കൽ അല്ലെങ്കിൽ അമിതമായി ഭക്ഷണം ചെലവഴിക്കൽ നിർബന്ധമാണ് എന്ന്, വാജിബാണെന്ന്, അത് തെറ്റാണ്, അത് പാടില്ല അല്ലെ. അത്വാമു അസാസു സിഹ, ഭക്ഷണം ആരോഗ്യത്തിന്റെ അടിസ്ഥാനമാണ്, അത് ശരിയാണ്. കസറത്തു ത്വാമി തുഹ്ലിക്കു സിഹത്ത്, കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തെ നശിപ്പിക്കും, അതും ശരിയാണ്. കസറത്തു ത്വാമി ഖൈറുൻ ലിസ്സിഹ, കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്, അത് തെറ്റാണ്. അജിബൻ സലാസത്തെ അസ്സല, 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. സഹിഹിൽ അഫ്ആല അല്ലത്തി തഹ്തഹ ഖത്തുൻ, അടിവരയുള്ള ഫെയിലുകളെ ശരിയാക്കണം, തെറ്റാണ് അടിവരയുള്ള ഫെയിലുകൾ, അത് ശരിയാക്കി എഴുതുക. അന യഖിഫു എന്നത് മാറ്റിയിട്ട് അന അഖിഫു അമാമ മതാരി ഡൽഹി, ഞാൻ ഡൽഹി എയർപോർട്ടിന് മുമ്പിലാണ് നിൽക്കുന്നത്. അനയായതുകൊണ്ട് അഖിഫു എന്നാണ് പറയുക. കാലത്തിൽ ഉമ്മ പറഞ്ഞു, ലാ തഹസൻ യാ ബനയ്യ, മോനെ ദുഃഖിക്കേണ്ട, അൻത തഫൂസു ഫിൽ ഹയാത്തി, നീ ജീവിതത്തിൽ വിജയിക്കും. അൻത ആയതുകൊണ്ട് തഫൂസു. കാല റഈസുൽ ബാദിയത്തി, നെഹ്നു യഹ്താജു എന്നത് മാറ്റിയിട്ട് നെഹ്നു നെഹ്താജു എന്നാക്കണം. നെഹ്നു നെഹ്താജു ഇല ലവാസിമിൽ ഹയാത്തി, ഞങ്ങൾക്ക് ലവാസിമുൽ ഹയാത്ത്, ജീവിതത്തിൽ ആവശ്യമായ സാധനങ്ങളൊക്കെ വേണം എന്ന് റഈസുൽ ബാദിയത്തി, ഗ്രാമത്തലവൻ പറഞ്ഞു. ഖാലൽ ഫൗസാൻ പറഞ്ഞു, യാ ഉമ്മി, ഉമ്മ, അൻതി തഅമലീന ബിജിദ്ദിൻ വജ്തിഹാദിൻ, നിങ്ങൾ കഠിനാധ്വാനത്തോടെ ജോലി ചെയ്യുന്നു. അൻതി എന്നായതുകൊണ്ട് തഅമലീന എന്നാണ് വരിക. സ്വാറ ഫൗസാനു സഫീർ അൽ ഹിന്ദി, ഇന്ത്യയുടെ സഫീറായി, അംബാസഡറായി. ലദൽ ഇമാറത്തുൽ അറബിയത്തുൽ മുത്തഹിദ, UAE. കതബ ഫൗസാൻ മുദക്കറത്തൻ യൗമിയതൻ, ഫൗസാൻ ഒരു ഡയറി എഴുതി. അയ്ദൽ മുദക്കറത്ത ബിസ്തിഖ്ദാമിൻ നിഖാത്ത്, ഈ ഹിൻസിന്റെ സഹായത്തോടെ ആ ഡയറി തയ്യാറാക്കാം. എന്തൊക്കെയാണ്? യൗമുൽ ഫറഹി വസ്സുറൂറി, സന്തോഷത്തിന്റെ ദിവസം. ലാ അൻസ, ഞാൻ മറക്കുകയില്ല. തഹഖഖത്തിൽ അഹ്ലാം, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി. ദഅമുൽ ഉമ്മി, ഉമ്മയുടെ സപ്പോർട്ട്. ഇത് ഇങ്ങനെ എഴുതാം. താരീഖ് അൽ മക്കാൻ, ഡേറ്റും പ്ലേസും എഴുതുക. എന്നിട്ട് അൽ യൗം ഹുവ യൗമുൻ മലീഉൻ ബിൽ ബഹജത്തി വസ്സുറൂർ, ഇന്ന് സന്തോഷം കൊണ്ട് നിറഞ്ഞ ഒരു ദിവസമാണ്. യൗമുൻ മലീഉൻ എന്ന് പറഞ്ഞാൽ നിറഞ്ഞ ദിവസം. ബഹജത്ത് എന്നാലും സുറൂർ എന്ന് പറഞ്ഞാലും സന്തോഷം, ഒരു വാക്ക് എഴുതിയാൽ മതി. അൽ യൗം തഹഖഖത അഹ്ലാമി, ഇന്ന് എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി. സിർതു സഫീറൻ ലി ബലദി അൽ ഹബീബി അൽ ഹിന്ദി, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഇന്ത്യ രാജ്യത്തിൻ്റെ സഫീറായി മാറി. ലദ അൽ ഇമാറാത്തുൽ അറബിയത്തുൽ മുത്തഹിദ, UAE. ലൻ അൻസ ഹാദൽ യൗമ, ഞാൻ ഈ ദിവസം ഒരിക്കലും മറക്കുകയില്ല. ഹാദൽ യൗമൽ ജമീല, ഈ മനോഹരമായ ദിവസം. വൽ ഫർഹത്തൽ കബീറത്തുൽ തീശാർതു ബിഹ, അത് വേണമെന്നില്ല. അതായത് എനിക്ക് ഇപ്പോൾ തോന്നുന്ന ഈ വലിയ സന്തോഷവും ഞാൻ മറക്കുകയില്ല. ശുക്രൻ ലി ഉമ്മി അൽ ഹബീബ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് നന്ദി. അലാ ദഅമിഹ ദായിം, അവരുടെ എപ്പോഴുമുള്ള സപ്പോർട്ടിന്, പിന്തുണക്ക്. ലി, എനിക്ക് വേണ്ടിയുള്ള. ഫി കുല്ലി ഖുത്വത്തിൻ, എൻ്റെ എല്ലാ സ്റ്റെപ്പിലും അവർ എനിക്ക് നൽകിയ സപ്പോർട്ടിന് നന്ദി. ഇനി ഇഖ്റ തസ്രീഹാത്തി, ഈ സ്റ്റേറ്റ്മെന്റ്സ് വായിക്കണം. വറത്തിബ് ഹത്ത തസീറ ഹിക്കായത്തൻ, എന്നിട്ട് അതൊരു ഹിക്കായത്ത്, ഒരു കഥയാകാൻ വേണ്ടി എന്ത് ചെയ്യണം? ക്രമപ്പെടുത്തി എഴുതണം. ഇവിടെ ആദ്യം വരേണ്ടത് ദുഇയ ജുഹ ഇല ഖസ്രി ഗനീൻ ലി വലീമത്തിൻ എന്നതാണ്. ജുഹ ഒരു സമ്പന്നന്റെ കൊട്ടാരത്തിലേക്ക് സദ്യക്കായി ക്ഷണിക്കപ്പെട്ടു. പിന്നെ രണ്ടാമത്തത് ദഹബ ഇലൽ വലീമത്തി ബി മലാബിസ ബാലിയത്തിൻ,
നുരുമ്പിയ വസ്ത്രങ്ങളും കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ജുഹ വലീമത്തിന് പോയി. മൂന്നാമത്തത് ഔക്കഫഹു അൽ ബവാബു വ മനഅഹു മിനദ് ദുഖൂലി, ഗേറ്റ് കീപ്പർ അയാളെ അകത്ത് കടക്കുന്നതിൽ നിന്നും തടഞ്ഞു. പിന്നെ റജഅ ഇലൽ മൻസിലി, അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിപ്പോയി. വലബിസ മഅതഫൻ ജദീദൻ, എന്നിട്ട് പുതിയൊരു കോട്ട് ധരിച്ചു. വതവജ്ജഹ ഇലൽ ഖസ്രി, എന്നിട്ട് കൊട്ടാരത്തിലേക്ക് തിരിച്ചു. അപ്പോൾ ഇസ്തഖ്ബലഹു അൽ ഹാരിസ്, ഹാരിസ് കാവൽക്കാരൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. അപ്പോൾ ജുഹ എന്ത് ചെയ്തു? മലഅ ജൈബഹു ബി അൻവാഇ ത്വആമി, ജുഹ തൻ്റെ പോക്കറ്റിൽ ഭക്ഷണങ്ങൾ നിറച്ചു. ഗാലിബൽ ഗനിയു ബി മുആമലതിഹി, ഗനിയിന് അയാളുടെ ജുഹയുടെ പ്രവർത്തനം കണ്ടപ്പോൾ ദേഷ്യം വന്നു. റദ്ദ ജുഹ, ജുഹ മറുപടി പറഞ്ഞു, അൽ മിഅതഫു ഹുവൽ ലൈഫു വലസ്തു അന, ഈ കോട്ടാണ് അതിഥി, ഞാനല്ല. ഇനി ഇഖ്റ മുഖദ്ദിമത്ത തഖ്രീർ, റിപ്പോർട്ടിന്റെ ആമുഖം വായിക്കാം. ലിമുദവ്വിന് ഖനാത്തി റിഹ്ല, അർറിഹ്ല ചാനലിന്റെ വ്ളോഗറുടെ. വഅഇദ മുഖദ്ദിമത്തൻ ഉഖ്റ ബി മുസാഅദത്തി നിഖാത്തി താലിയ, എന്നിട്ട് താഴെയുള്ള ഹിൻസിന്റെ സഹായത്തോടെ മറ്റൊരു റിപ്പോർട്ടിന്റെ ആമുഖം തയ്യാറാക്കാം. ഇത് വായിച്ചു നോക്കാം. ഇതേപോലെ ഈ വാക്കുകൾ ചേർത്തുകൊണ്ട് എഴുതിയാൽ മതി. മസാഉൽ ഖൈർ, അഹ്ലൻ വസഹ്ലൻ ബിക്കും, എല്ലാവർക്കും സ്വാഗതം. ഇലാ ഹൽഖത്തിൻ ജദീദത്തിൻ, പുതിയൊരു എപ്പിസോഡിലേക്ക്. മിൻ ഖനാത്തി അർറിഹ്ല, അർറിഹ്ല ചാനലിലെ. അൽ ആൻ, ഇന്ന്, ഇപ്പോൾ. അന അഖിഫു, ഞാൻ നിൽക്കുന്നു. അമാമ മതാരി ബുസാസു അദ്ദുവലി, ബുസാസു ഇന്റർനാഷണൽ എയർപോർട്ടിന് മുമ്പിൽ. ബുസാസു സൊമാലിയയിലാണ്. വമാന മുർഷിദുന ഡാവിഡ്, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഗൈഡായ ഡേവിഡും ഉണ്ട്. ഇനി അതെങ്ങനെ മാറ്റി എഴുതണം? സബാഹുൽ ഖൈർ അഹ്ലൻ വസഹ്ലൻ ബിക്കും ജമീഅൻ എന്നെഴുതുക. എന്നിട്ടോ ഇലാ ഹൽഖത്തിൻ ജദീദത്തിൻ മിൻ ഖനാത്തി അർറിഹ്ല എന്നത് മാറ്റിയിട്ട് അൻ നജ്മ് എന്ന് വെക്കുക. പിന്നെ അൽ ആൻ അന അഖിഫു അമാമ മത്താരി എന്നത് മാറ്റിയിട്ട് എന്ത് വെക്കണം? അൽ ആൻ അന അഖിഫു ഫി കശ്മീർ എന്ന് വെച്ചാൽ മതി. ഞാനിപ്പോൾ കാശ്മീരിലാണ് നിൽക്കുന്നത്. പിന്നെ വമഅന മുർഷിദുന ഡാവിഡ് എന്നുള്ളതിന് പകരം വമഅന മുർഷിദുന അദ്നാൻ എന്ന് വെക്കുക. അതേപോലെ ഇവിടെ സബാഹുൽ ഖൈർ എന്നാണ് വെച്ചത് അല്ലേ? കാരണം എന്താണ്? ഇവിടെ അൽ വക്ത് എന്നത് സബാഹൻ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മസാഉൽ ഖൈർ എന്നാണുള്ളത്. അത് മാറ്റിയിട്ട് സബാഹുൽ ഖൈർ എന്ന് വെച്ചു. ഓക്കെ.